ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ നീ കാണിക്കുന്നേ? ഇതൊക്കെ എന്തിനാ ബാഗിലാക്കുന്നേ? അതെ, നാളെ ഞാൻ അമ്മയും കൊണ്ട് ഒരു ടൂറ് പോവാ, കൊറേ ദൂരത്തേക്ക്. കൊറേ ദൂരെയോ? ഞാൻ മുമ്പ് പറയാറുണ്ടായിരുന്ന ഒരാഗ്രഹമല്ലേ, അമ്മയുടെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാ ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണമെന്നൊക്കെ. അതിലൊരു യാത്രയാണെന്ന് കൂട്ടിക്കോ, നമുക്കൊരു ട്രിപ്പ് പോവാം. കാര്യം എന്താ അത് വ്യക്തമായിട്ട് പറ. അല്ലാതെ ഇത് ടൂറ് പോകാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. വേറൊന്നും അല്ലമ്മേ, നമ്മൾ ഇവിടുന്നെങ്ങും പോവാ. എത്ര കാലെന്ന് കരുതിയാ നമ്മളിവിടെ താമസിക്കുന്നേ? എവിടെയെങ്കിലും ഒന്ന് മാറി താമസിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നതല്ലേ? അത് പണ്ടെപ്പോഴും വെറുതെ പറഞ്ഞതല്ലേ. അതിന്റെ പേരില് ഇവിടുന്ന് പോവാനൊന്നും നിൽക്കണ്ട. എനിക്കിഷ്ടമല്ല ഇവിടുന്ന് എവിടെയും പോകുന്നത്. അമ്മേ, അമ്മ വെറുതെ വാശി പിടിക്കല്ലേ, നമുക്ക് പോയേ പറ്റൂ. പോയേ പറ്റൂന്ന് പറഞ്ഞ നീ ഇവിടുന്ന് പോയേ പറ്റൂന്ന് ആരോ പറഞ്ഞു. തങ്കേച്ചി, അല്ല, ആരെങ്കിലും എന്തേലും പറഞ്ഞ ഇവളെന്തെങ്കിലും പേടിച്ച് നാട് വിടുന്നത്? ഇവൾ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? അതോ ആരുടെയും വീട്ടിൽ കയറി മോഷ്ടിച്ചോ? തങ്കം, കൃഷ്ണ ഞങ്ങളോട് ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. കേട്ടപ്പോ ഞങ്ങൾക്കും ഇത്തിരി വിഷമമായി. പക്ഷേ ഒരർത്ഥത്തിൽ കൃഷ്ണമോള് പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. എന്ത് കാര്യം ഗോപാല? സിത്താരയ്ക്ക് ഇപ്പൊ ഇവളൊരു ശല്യമാ. അതുകൊണ്ട് ചാപ്പ കുത്തി നാട് കടത്തുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ എന്ത് കേട്ടാലും ഇവക്ക് പരിഭവമൊന്നുമില്ലല്ലോ. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞതൊക്കെ ഓർത്ത് കരഞ്ഞ് ജീവിതം നശിപ്പിക്കാൻ പാടില്ല എന്ന്? ഞാനൊന്ന് മാറി ചിന്തിക്കണമെന്ന്. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോയേ പറ്റൂ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. അവളുടെ മനസ്സൊന്ന് നേരെയാകാൻ വേണ്ടിട്ടല്ലേ തങ്കേച്ചി? സമ്മതിക്ക്, ഒരുപാട് കാലത്തേക്കൊന്നും വേണ്ട. ഇപ്പൊ നാട്ടിൽ നിന്ന് പോവാൻ പറയും. കുറെ കാലം കഴിയുമ്പോ ഇവളെ വിളിച്ചിട്ട് ചിലപ്പോ രഹസ്യമായിട്ട് പറയും ആത്മഹത്യ ചെയ്യാൻ. അതിനും മടിക്കല്ലേ ആ അമ്മയും മോളും. അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാ അമ്മയെ വിട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കാണോ ഞാൻ? വെറുതെ ഓരോന്നും പറയരുത് കേട്ടോ. നമുക്ക് ചെന്ന് ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഒരു പുതിയ ജീവിതം അങ്ങ് തുടങ്ങിയേക്കാമേ. തങ്കത്തിനും മോൾക്കും എന്തിനാ നാട്ടുകാരുടെ സഹായം, അല്ലേ? ഒരു ചെറിയ വീട് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് തങ്കം. അങ്ങോട്ടാ നിങ്ങൾ പോകുന്നേ. സുനന്ദയുടെ ഒരു കൂട്ടുകാരി അവിടെ അടുത്തുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിലേ അവള് ചെയ്തു തരും. ഒരു കാര്യം ചെയ്യ് ഗോപാലേട്ടാ, 1-2 ദിവസം കച്ചവടം മുടങ്ങാണെങ്കിൽ മുടങ്ങട്ടെ. ഗോപാലേട്ടൻ ഇവരുടെ കൂടെ ഒന്ന് ചെല്ല്. ഇവരെ അവിടെ ഒന്ന് ആക്കി ചുറ്റുമുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വന്നാ മതി. അതൊന്നും വേണ്ട. 2-3 ദിവസത്തെ കച്ചവടം പോവാന്ന് വെച്ചാ ചെറിയ കാര്യാണോ? ഗോപാലമ്മ വരുമൊന്നും വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. നീ തീരുമാനിച്ചു അല്ലേ? ഇത് നാടുകടത്തലാണോന്ന് ചോദിച്ചാ അതെ, ഒളിച്ചോട്ടാണോന്ന് ചോദിച്ചാ അതും ശരിയാ. നാട് കടത്തുന്നത് ഞാൻ അവർക്ക് ഒരു ശല്യമായതുകൊണ്ടാ. ഒളിച്ചോടുന്നത് ഞാൻ എനിക്ക് തന്നെ ഒരു ശല്യമായതുകൊണ്ടാ.